നമസ്കാരം സുഹൃത്തുക്കളെ, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവർക്കും വെച്ച് വിളമ്പി സ്വന്തം കാര്യം നോക്കാൻ മറന്നു പോകുന്ന നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഉണ്ടല്ലോ, അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ, പെണ്ണിന് പണമുണ്ടെങ്കിൽ കുടുംബത്തിന് ഗുണമുണ്ട് എന്ന്. സംഗതി സത്യമാണ്. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഇതാ സ്ത്രീകൾക്കായി ഒരു പുത്തൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതി. വർഷം 12,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഐറ്റം. സംഗതി എങ്ങനെയുണ്ട്? ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായി കാണണേ, ഇല്ലെങ്കിൽ മറ്റുള്ളവർ കാശ് വാങ്ങുമ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയരുത്. എന്താണ് ഈ പദ്ധതി എന്ന് നോക്കാം. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ലളിതമായി പറഞ്ഞാൽ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ ചേച്ചിമാർക്കും അമ്മമാർക്കും വേണ്ടിയുള്ള ഒരു കൈത്താങ്ങാണ് ഇത്. മാസത്തിൽ 1000 രൂപ വീതം, വർഷത്തിൽ 12,000 രൂപ നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇത് നടപ്പിലാക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. അതായത് നിങ്ങളുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ വഴി. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ട്രാൻസ് സ്ത്രീകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് വലിയൊരു കാര്യമാണ്. എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം, അതാണല്ലോ ലക്ഷ്യം. ഇനി ഈ പദ്ധതിക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ഇനിയും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ കഴിയുക? ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. വെറുതെ ചെന്ന് ചോദിച്ചാൽ കിട്ടില്ല. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രായം 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആയിരിക്കണം. 34 ആയാലും 61 ആയാലും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റുകയില്ല. ജോലി. നിലവിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കായിട്ടുള്ളതാണ് ഈ സ്കീം. മൂന്നാമതായി റേഷൻ കാർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ കയ്യിൽ മഞ്ഞ കാർഡോ അല്ലെങ്കിൽ പിങ്ക് കാർഡോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അപേക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. വെള്ള, നീല റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് തൽക്കാലം ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ കഴിയുന്നതല്ല. മറ്റ് പെൻഷനുകൾ. നിങ്ങൾ നിലവിൽ വിധവാ പെൻഷനോ വൈകല്യ പെൻഷനോ ക്ഷേമനിധി പെൻഷനോ വാങ്ങുന്നവരാണ് എങ്കിൽ ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുകയില്ല. അതായത് ഒരാൾക്ക് ഒരു പെൻഷൻ, അതാണ് ഇതിൻ്റെ രീതി. ഇനിയും സർക്കാർ ജീവനക്കാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സ്ഥിരമായി അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും ഇതിന് അർഹതയില്ല. ഇനി എവിടെ ഈ അപേക്ഷിക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. KS സ്മാർട്ട് പോർട്ടൽ വഴിയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്. KS സ്മാർട്ടിൻ്റെ പോർട്ടലിൻ്റെ വെബ്സൈറ്റ് ഇതാണ്: ksmart.lstkerala.gov.in ksmart.lstkerala.gov.in എന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി വെബ്സൈറ്റിൽ കയറി ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ജനസേവാ കേന്ദ്രത്തിലോ ഓടിച്ചെന്നാൽ മതി. അവർ നിമിഷങ്ങൾക്കകം ഇതിന് അപേക്ഷ ശരിയാക്കി തരുന്നതാണ്. ഇനിയും ഇതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1 ആധാർ കാർഡാണ്. 2 ബാങ്കിൻ്റെ പാസ്ബുക്ക്, നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്ക്. മൂന്നാമതായി റേഷൻ കാർഡ്. പിന്നെ നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന രേഖ. അതിന് സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് മതിയാവുന്നതാണ്. ഇതൊന്നുമില്ല എങ്കിൽ ഒരു ഗവൺമെൻറ് ഡോക്ടറെ കൊണ്ട് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ആയാലും മതിയാകും. അവസാനമായി ഒരു കാര്യം കൂടി, ഈ പെൻഷൻ കിട്ടിത്തുടങ്ങിയാൽ എല്ലാ വർഷവും മറ്റ് പെൻഷനെ പോലെ മസ്റ്ററിംഗ് നടത്തിയിരിക്കണം. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ഒന്ന് അറിയിക്കണം. അത് ആധാർ വഴി സിമ്പിളായി ചെയ്യാവുന്നതാണ്. പിന്നെ ഗുണഭോക്താവ് മരിച്ചു പോയാൽ ആ തുക അവകാശികൾക്ക് കിട്ടില്ല എന്നത് ഓർത്തിരിക്കുക. ഈ പദ്ധതിയിൽ ഇപ്പോൾ തന്നെ അപേക്ഷിച്ചവർക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ മാർച്ച് 31 മുമ്പ്
2 ഗഡുക്കൾ, അതായത് 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. പെരുന്നാളും വിഷുവുമൊക്കെ വരാൻ പോവുകയല്ലേ, അതുകൊണ്ട് ഈ തുക വലിയൊരു ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല. ഇതുവരെ ഏകദേശം 18 ലക്ഷത്തോളം പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 95% അപേക്ഷകളും ഇപ്പോൾ അപ്രൂവ് ആക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഏകദേശം 32 ലക്ഷം അമ്മമാർക്ക് ഈ സഹായം എത്തിക്കുവാനാണ്. അതുകൊണ്ട് ഇനിയും അപേക്ഷിക്കാത്ത അർഹരായവർ ഉണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോഴും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം തന്നെ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് ആനുകൂല്യം ഉറപ്പായി ലഭിക്കുന്നതാണ്. 2025 ഡിസംബർ 22 മുതൽ അപേക്ഷിക്കുവാനുള്ള വിൻഡോ തുറന്നിട്ടുണ്ട്. വീട്ടിലെ ചേച്ചിമാർക്കും അമ്മമാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം. നന്ദി.